Hello friends, welcome to my new video. This is our Realme 6A a gaming review. We will see the video. If you channel subscribe to the bell icon, enable the phone notifications. Realme 6A unboxing and full review you can just click here to click on video. Details so, in this video, we focus on the gaming review. The spec features just video. Our phone processor is our MediaTek Helio G90T processor on our phone. We our phone PUBG battery, percentage battery heating. This is the video. Realme 6A Realme 6A M2 Pro processor code Snapdragon 720. This is MediaTek Helio G90T better than this video. Everyone മനസ്സിലായിട്ടുണ്ടാവും ഏത് ഫോണാണ് എടുക്കേണ്ടതെന്ന് നിങ്ങൾക്ക് എന്തായാലും മനസ്സിലാവുന്നതാണ് സോ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം സോ നമുക്ക് നമ്മുടെ PUBG ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്യാം നമ്മൾ എപ്പോഴും ഗെയിം കളിക്കുമ്പോൾ നമ്മുടെ കേസ് ഊരിട്ടാണ് ഗെയിം കളിക്കാനായിട്ട് വേറെ ഒന്നുമില്ല നമ്മുടെ ഗെയിം കളിക്കാൻ നമ്മുടെ ഫോൺ എന്തായാലും ഹീറ്റ് ആവും അപ്പോൾ ഹീറ്റ് ആവുമ്പോൾ ആ ഒരു ഹീറ്റ് പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ടാണ് ഞാനൊരു കേസ് ഊരാനായിട്ട് പറയുന്നത് നമ്മുടെ കേസ് ഇട്ടിട്ടാണ് കളിക്കുന്നതെങ്കിൽ ആ ഒരു ഹീറ്റ് പുറത്തേക്ക് പോകാനുള്ള ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് നമ്മളെപ്പോഴും ഗെയിം കളിക്കുമ്പോൾ കേസ് ഊരിട്ടാണ് കളിക്കാനായിട്ട് സോ നമുക്ക് നമ്മുടെ PUBG ഗെയിം ഓപ്പൺ ആയി കഴിഞ്ഞു അപ്പോൾ നമുക്ക് നമ്മുടെ സെറ്റിംഗ്സ് എടുത്തിട്ട് ഇതിൻ്റെ ക്വാളിറ്റി കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം ഇതിൻ്റെ ഗ്രാഫിക്സ് ഒക്കെ നമുക്ക് കാണാൻ സാധിക്കും HD അതുപോലെ തന്നെ HDR അൾട്രാ HD ഒക്കെ കാണാം HDയിൽ ഏറ്റവും മാക്സിമം ഹൈ വരെയാണ് ഇപ്പോൾ ഇട്ടിട്ടുള്ളത് സോ നമുക്ക് HDR പോവുകയാണെങ്കിൽ HDR ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം നമുക്ക് HD click the option will be available on your device soon എന്ന് കാണിക്കുന്നത് അതുപോലെ തന്നെ അപ്പോൾ നമ്മുടെ അൾട്രാ HDയും നമുക്ക് ഇവിടെ ഓപ്പൺ ചെയ്യാനായിട്ട് സാധിക്കില്ല രണ്ടും കമ്മിങ് സൂൺ തന്നെയാണ് സോ അതുപോലെ തന്നെ നമ്മുടെ ബാലൻസ് ഒക്കെ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ അൾട്രാ എടുക്കാനായിട്ട് സാധിക്കും ബാലൻസും സ്മൂത്ത് എടുക്കുകയാണെങ്കിൽ HD ഹൈ വരുള്ളൂ സോ നമുക്ക് ജസ്റ്റ് ഒന്നൊരു ചെറിയൊരു ഡെത്ത് മാച്ച് ഒന്ന് കളിച്ചിട്ട് വരാം
സോ ഫ്രണ്ട്സ് ഞാനിപ്പോൾ 3 പ്ലേ ആണ് ഒരുമിച്ച് കളിച്ചത്. ജസ്റ്റ് ഒരു ഗ്യാപ്പ് വിടാണ്ട് അടുപ്പിച്ച് കളിക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇതിൻ്റെ ഹീറ്റിംഗ് ആയി നോക്കുകയാണെങ്കിൽ ചെറിയൊരു ഹീറ്റിംഗ് ഇപ്പോൾ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് പിന്നെ ഗെയിം കളിച്ചാൽ ഏതായാലും ഫോണൊക്കെ ചെറിയൊരു ഹീറ്റിംഗ് ഉണ്ടാവുമല്ലോ. അതുപോലെ തന്നെ ഇതിലും ചെറിയൊരു ഹീറ്റിംഗ് ഉണ്ട്. പ്രത്യേകിച്ച് എനിക്ക് സ്മൂത്ത് കാര്യമൊക്കെ അടിപൊളി സ്മൂത്താണ്, സിമ്പിളായിട്ട് കളിക്കാനായിട്ട് സാധിക്കും. പിന്നെ അത്യാവശ്യം ഗെയിം കളിക്കാനും അറിയും വേണം. എനിക്കത്ര കളിക്കാൻ അറിയാത്ത കാര്യമാണ് ഞാൻ കിൽസ് മാത്രം നിങ്ങൾക്ക് വീഡിയോ എടുത്ത് കാണിച്ചു തന്നത്. സോ അടിപൊളിയായിരുന്നു ഗെയിം കളിക്കാൻ. എല്ലാവരും സംശയം ഉണ്ടായിരുന്നു ഇതിന് പ്രൊസസ്സർകാർ മീഡിയടെക് ഹീലി ആയ കാരണം കൊണ്ട് എല്ലാവർക്കും സംശയം ഉണ്ടായിരുന്നു ഇത് എടുക്കണോ അത് പോക്കോ M2 Pro എടുക്കണോ എന്ന്. സോ പ്രൊസസ്സർകാർ നോക്കുകയാണെങ്കിൽ നമ്മുടെ മീഡിയടെക് ഹീലിയോ അടിപൊളി തന്നെയാണ്, വേറെ പ്രത്യേകിച്ച് ഒരു പ്രശ്നമില്ല. സ്നാപ്ഡ്രാഗൺ അല്ലെങ്കിലും മീഡിയടെക് ഹീലിയോ G90T അടിപൊളി പ്രൊസസ്സർ തന്നെയാണ്. സോ അപ്പോൾ നമുക്കിനി ബാറ്ററി കാര്യങ്ങളൊക്കെ ഒന്ന് ദിവസം നോക്കിയിട്ട് വരാം. അതായത് ഇപ്പോൾ എന്തായാലും അത്യാവശ്യം നേരം ഗെയിം കളിച്ചല്ലോ. സോ ബാറ്ററി അത്യാവശ്യം ഡ്രെയിൻ ആയിട്ടുണ്ടാവും. സോ നമുക്ക് ദിവസം നോക്കാം. സോ ഫ്രണ്ട്സ്, ഇപ്പോൾ നിങ്ങൾക്ക് കാണാം ഇന്നത്തെ ഒരു ബാറ്ററി ഒപ്റ്റിമൈസേഷൻ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതായത് ക്യാമറ 65%, അതുപോലെ തന്നെ PUBG മൊബൈൽ 20% ഇന്നത്തെ ദിവസം ബാറ്ററി വലിച്ചിട്ടുള്ളത്. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ വേറെ. സോ നന്നായിട്ട് ക്യാമറ നന്നായി ചാർജ് വലിക്കുന്നുണ്ട്. അതുപോലെ തന്നെ PUBG എത്ര നേരം കളിച്ചു നമുക്ക് നോക്കി നോക്കാം. PUBG കളിച്ചത് ബാക്ക്ഗ്രൗണ്ടിൽ 5 മിനിറ്റ്, അതുപോലെ തന്നെ ഫോർഗ്രൗണ്ടിൽ 45 മിനിറ്റ്സ്, 3/4 മണിക്കൂർ ഞാൻ PUBG കളിച്ചു. എന്നിട്ട് എത്ര % പോയി നിങ്ങൾ കണ്ടു? 360 mAh ആണ് പോയിട്ടുള്ളത്, 20% പോയിട്ടുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ക്യാമറ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ക്യാമറ ബാക്ക്ഗ്രൗണ്ടിൽ ആക്റ്റീവ് ആയത് 8 മണിക്കൂർ 29 മിനിറ്റും, അതുപോലെ തന്നെ ഫോർഗ്രൗണ്ടിലും ആക്റ്റീവ് ആയത് 20 മിനിറ്റ് ആണ് ഫോർഗ്രൗണ്ടിലും ആക്റ്റീവ് ആയത്. സോ ക്യാമറ 60% കളിച്ചിട്ടുള്ളത്. സോ ബാറ്ററി കാര്യം നോക്കുകയാണെങ്കിൽ ഗെയിം കളിക്കുമ്പോൾ ബാറ്ററി അത്രയ്ക്ക് കുറയണമെന്ന് എനിക്ക് പറയാൻ സാധിക്കുന്നില്ല. കാരണം വെച്ചാൽ 3/4 മണിക്കൂർ കളിച്ചിട്ട് ആ കൂടി 20% കുറഞ്ഞിട്ടുള്ളൂ. സോ അത്രയ്ക്ക് കുറഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. അത്രയ്ക്കില്ലാത്ത ബാറ്ററി 4300 mAh നന്നായി എഫക്റ്റ് ചെയ്യുന്നുണ്ട്. കുഴപ്പമില്ലാത്ത ബാറ്ററിയാണ് ഇവിടെ അവൈലബിൾ ആയിട്ടുള്ളത്. സോ ഫ്രണ്ട്സ്, നമ്മുടെ മീഡിയടെക് ഹീലിയോ G90T ഒരു അടിപൊളി പ്രൊസസ്സർ തന്നെയാണ്. ഞാൻ ആദ്യം കരുതിയത് വലിയ കാര്യം ഉണ്ടാവില്ല മീഡിയടെക്, എനിക്ക് വലിയ വിശ്വാസമൊന്നും ഉണ്ടായില്ല. സ്നാപ്ഡ്രാഗൺ ആണല്ലോ നമ്മുടെ ഏറ്റവും കൂടുതൽ യൂസേഴ്സ് ഒക്കെ ഉള്ളത്. അപ്പോൾ മീഡിയടെക് ഹീലിയോ വലിയ കാര്യം എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ എന്നാൽ ഈ ഒരു Realme 6 അതിൽ ഗെയിം കളിച്ചത് കൊണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. മീഡിയടെക് ഹീലിയോ G90T ഒരു അടിപൊളി പ്രൊസസ്സർ തന്നെയാണ്. Realme 6i പ്രൊസസ്സറിന് പറ്റിയ ഫോൺ തന്നെയാണ്. സോ പ്രൊസസ്സർ നോക്കിയിട്ട് ആരെങ്കിലും ഫോൺ വാങ്ങാനായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ, അതായത് പോക്കോ M2 Pro, Realme 6i ഏറ്റവും കൂടുതൽ പ്രൊസസ്സർ ചെയ്താൽ നോക്കുകയാണെങ്കിൽ Realme 6i ആയിരിക്കും ഏറ്റവും നല്ല ഓപ്ഷൻ. ബാറ്ററി അതുപോലത്തെ കാര്യങ്ങളെ കുറിച്ച് നോക്കുമ്പോൾ പോക്കോ M2 Pro തന്നെയാണ് ബെസ്റ്റ് ഓപ്ഷൻ ആയി വരുന്നത്. പക്ഷേ ഒരു പ്രൊസസ്സർ കാര്യം നോക്കുകയാണെങ്കിൽ നമ്മുടെ Realme 6i ആണ് ഒരു ബെസ്റ്റ് ഓപ്ഷൻ ആയി വരുന്നത്. സോ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മളോട് വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് അടിക്കുക, ഇഷ്ടമായാലും ഡിസ്ലൈക്ക് അടിക്കുക. Realme 6i ഫോൺ ആരെങ്കിലും എടുക്കാൻ പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഫ്രണ്ട്സ്, അടുത്തൊരു വീഡിയോ വേണം നമുക്ക് നാളെ പാക്കലാം.